എഡ്യൂക്കേഷൻ ഫോർ ദി നേഷൻ, ഈ ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 19th സെഞ്ച്വറിയിൽ ദേശീയത വളരാൻ, നാഷണലിസം വളരാൻ കാരണമായിട്ടുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും അവസാനം പറഞ്ഞൊരു ഫാക്ടറാണ് ഏത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫാക്ടർ. എഡ്യൂക്കേഷൻ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ആ ഒരു ഐക്യം, ആ ഒരു ദേശീയത, നാഷണലിസം ഇതൊക്കെ വളരാൻ കാരണമായിട്ടുണ്ട്. അത് നമ്മൾ അതിനെ സഹായിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് സ്കൂൾസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഏറ്റവും അവസാനം ഇതാ ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ പറഞ്ഞു. സെക്യുലറിസം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സ്ഥാപനമായിരുന്നു ജാമിയ മില്ലിയ. നാഷണലിസം ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. വിമൻ എംപവർമെന്റ് വിമൻ യൂണിവേഴ്സിറ്റി ഇൻ മഹാരാഷ്ട്ര. ഇന്റർനാഷണലിസം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. റിവൈവൽ ഓഫ് ട്രഡീഷണൽ ആർട്സ് കേരള കലാമണ്ഡലം. പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഫോറിൻ റൂൾ ആൻഡ് കാസ്റ്റ് സിസ്റ്റം വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ ഓഫ് മഹാത്മാഗാന്ധി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം, സാഹിത്യവും ദേശീയതയുമാണ്. ഒരുപാട് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. നമ്മുടെ നാഷണലിസത്തിന്റെ എമർജൻസിന് കാരണമായ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഏത്? ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്. കഥയും കവിതയും നോവലുകളും ഒക്കെ അതിൽ വരും, നാടകങ്ങളൊക്കെ അതിൽ വരും. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ റോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. The protest against the British rule as well as social evils existed in Indian society reflected in Indian literature. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെയും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള നിലനിൽക്കുന്ന സോഷ്യൽ ഈവിൾസിനെതിരെ, സാമൂഹ്യ തിന്മകൾക്കെതിരെയും ഇന്ത്യയിൽ എന്തുണ്ടായിട്ടുണ്ട്? പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങൾ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും? ഇന്ത്യൻ ലിറ്ററേച്ചറിലും ഇന്ത്യൻ സാഹിത്യത്തിലും സാഹിത്യകൃതികളിലും നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റേഴ്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ illustrated the agonies and atrocities faced by the people, and the readers in other parts experienced these sorrows as theirs and ventured to fight them collectively. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും പല ഭാഷയിലുമുള്ള എഴുത്തുകാർ, റൈറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലുള്ള ജനങ്ങളുടെ കഷ്ടപ്പാടുകളും അവരുടെ ബുദ്ധിമുട്ടുകളും ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളും ഒക്കെ അവരുടെ കഥകളിലും കവിതകളിലുമൊക്കെ അവര് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചറിഞ്ഞ മറ്റു പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക്, ഇപ്പോൾ ബംഗാളിലുള്ള കർഷകരുടെ ദുരിതങ്ങൾ വായിച്ചറിയുന്ന മലയാളികൾ, കേരളത്തിലുള്ള ആളുകൾ, അതേപോലെ കേരളത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഗുജറാത്തിലുള്ള അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ആളുകൾ, അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള സാഹിത്യകൃതികളിലൂടെ രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അറിയാൻ തുടങ്ങി. അതെന്തിനു കാരണമായി? ഈ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കൂടി പ്രശ്നങ്ങളാണ് എന്ന് ഇത് വായിക്കുന്നവർക്ക് തോന്നി. ദി റീഡേഴ്സ് ഇൻ അതർ പാർട്സ് എക്സ്പീരിയൻസ്ഡ് ദീസ് സോറോസ് ആസ് ദെയേഴ്സ്. ഈ പ്രശ്നങ്ങളൊക്കെ തങ്ങളുടെ കൂടി പ്രശ്നങ്ങളാണ് എന്ന് ഇത് വായിക്കുന്നവർക്ക് തോന്നുകയും ആൻഡ് വെഞ്ചേർഡ് ടു ഫൈറ്റ് ദം കളക്റ്റീവ്ലി, ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അവർ തയ്യാറാവുകയും ചെയ്തു. Writers shared their resentments with the people through poetry, tales, novels, drama, etc. അതായത് പിന്നെ ഇങ്ങനെയുള്ള എഴുത്തുകാർ ഏതൊക്കെ രൂപത്തിൽ, നമുക്കറിയാം സാഹിത്യത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കവിതകളും കഥകളും നാടകങ്ങളും നോവലുകളും അങ്ങനെയുള്ള പല രൂപത്തിൽ സാഹിത്യകാരന്മാർ ഇന്ത്യൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആൻഡ് ദിസ് ഡെവലപ്ഡ് among the people a sense of patriotism and dissent towards foreign dominance. അപ്പൊ ഇങ്ങനെയുള്ള സാഹിത്യകൃതികളൊക്കെ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ എന്ത് ഡെവലപ്പ് ചെയ്തു? എ സെൻസ് ഓഫ് പാട്രിയോട്ടിസം, ഒരു ദേശസ്നേഹം, ഒരു ദേശഭക്തി, ദേശസ്നേഹം ഉണ്ടാക്കാൻ അത് പിന്നെ കാരണമായി. അതേപോലെ തന്നെ ഡിസെന്റ് ടുവേർഡ്സ് ഫോറിൻ ഡോമിനൻസ്, വിദേശ ആധിപത്യത്തിനെതിരെ, ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു ചിന്ത ഇന്ത്യക്കാരിൽ ഉണ്ടാക്കാനും അവരിൽ എ സെൻസ് ഓഫ് പാട്രിയോട്ടിസം, ഒരു ദേശസ്നേഹം ക്രിയേറ്റ് ചെയ്യാനും വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഇങ്ങനെയുള്ള പോയട്രിക്കും നോവലിനും ഡ്രാമക്കും സ്റ്റോറീസിനും ഒക്കെ സാധിച്ചു. മാത്രമല്ല, പാട്രിയോട്ടിക് സോങ്സ് ഇൻ റീജിയണൽ ലാംഗ്വേജസ് ബ്രിഡ്ജ്ഡ് the gap between upper class literates and the illiterate mass. അതായത്
ഓരോ പ്രാദേശിക ഭാഷകളും മലയാളത്തിലും തമിഴിലും ബംഗാളിയിലും ആസാമിയിലും അങ്ങനെയൊക്കെയുള്ള ഓരോ റീജിയണൽ ലാംഗ്വേജസിലും ഓരോ പ്രാദേശിക ഭാഷയിലും ഉണ്ടായിട്ടുള്ള ദേശഭക്തി ഗാനങ്ങളും ഇങ്ങനെയുള്ള സാഹിത്യ കൃതികളുമൊക്കെ എന്ത് ഇല്ലാതാക്കി എന്നാ പറയുന്നത്? ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ അപ്പർ ക്ലാസ് ലിറ്ററേറ്റ്സ് ആൻഡ് ദി ഇല്ലിറ്ററേറ്റ് മാസ്. അതായത് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകളും, അതാണ് അപ്പർ ക്ലാസ് ലിറ്ററേറ്റ്സ്, വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അപ്പർ ക്ലാസ്സിലുള്ള ആളുകളും, അതേപോലെ ഇല്ലിറ്ററേറ്റ് മാസ്, വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലാത്ത നിരക്ഷരരായിട്ടുള്ള സാധാരണക്കാരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അവർ തമ്മിൽ എന്തായാലും ഒരു അന്തരം ഉണ്ടാവുമല്ലോ. വിദ്യാഭ്യാസമുള്ള ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരും വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരായ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരും, അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പ്, വിദ്യാഭ്യാസത്തിന്റെ പേരിലുള്ള ആ ഒരു അകലം, സാമൂഹിക അകലം അവർക്കിടയിൽ ഇല്ലാതാക്കാൻ ഇങ്ങനെയുള്ള പാട്രിയോട്ടിക് സോങ്സിനും ഇങ്ങനെയുള്ള ലിറ്ററേച്ചറിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ ചിന്തിപ്പിക്കാൻ ഇങ്ങനെ റീജിയണൽ ലാംഗ്വേജസിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം പിന്നെ നോവൽസിനും ഡ്രാമക്കും പോയട്രിക്കും ഒക്കെ സാധിച്ചു. അവർക്കിടയിലുള്ള വ്യത്യാസങ്ങൾ, ഗ്യാപ്പുകൾ, അന്തരങ്ങൾ ഇല്ലാതാക്കി. ദി കൺസെപ്റ്റ് ഓഫ് ഭാരത് മാത വാസ് ഫസ്റ്റ് പ്രസന്റഡ് ഇൻ പബ്ലിക് ത്രൂ എ പ്ലേ റിട്ടൺ ബൈ ശിശിർ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഭാരത് മാത, അല്ലെ? ഭാരത് മാത കി ജയ് എന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാതാവ് ഉണ്ടോ? ഭാരത് മാത, ഭാരത മാതാവ് എന്ന് പറയുന്ന ഒരു ആളുണ്ടോ? ഇല്ല, അതൊരു സങ്കല്പമാണ്, അല്ലെ? നമ്മൾ ദൈവ സങ്കല്പം പോലെ മതവിശ്വാസങ്ങൾ പോലെ തന്നെ ഒരു വിശ്വാസമാണ്, ഒരു വിശ്വാസം എന്ന് പറയാം, അത്രയേ ഉള്ളൂ, അല്ലെ? ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞേക്കാം, അല്ലെ? അപ്പൊ അത് വിശ്വാസത്തിന്റെ കാര്യമാണ്. അപ്പൊ ഈ ഭാരതമാത കൊണ്ട് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഭാരതത്തെ, നമ്മുടെ രാജ്യത്തെ നമ്മുടെ മാതാവിന് അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ പോലെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ അമ്മയെ, നമ്മുടെ മദർ, നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ, അല്ലെ? അവരെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കും, എത്രത്തോളം ആദരിക്കും, എത്രത്തോളം സ്നേഹിക്കും, എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യും, അതേപോലെ നമ്മുടെ രാജ്യത്തെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനും സ്നേഹിക്കാനും ആ ഒരു ബഹുമാനം കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ അമ്മയോട് ഉപമിക്കുകയാണ്. അതാണ് ഈ ഭാരത് മാത എന്ന കൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ പ്രസന്റ് ചെയ്യുന്നത്, ഭാരത് മാത എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ട്, ഒരു പബ്ലിക്കായിട്ട് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ആരാണ്? ഈ ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും ഒരു നാടകത്തിലൂടെയാണ്. അവർ തയ്യാറാക്കിയ ഒരു നാടകത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭാരത് മാത എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് ഒരു പബ്ലിക് സ്റ്റേജിൽ, ഒരു പൊതുജന മധ്യത്തിൽ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. സത്യേന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിന്നെ സഹോദരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ അദ്ദേഹവും ശിശിർ കുമാർ ഘോഷും കൂടി ചേർന്നിട്ടാണ് ദി കൺസെപ്റ്റ് ഓഫ് ഭാരത് മാത വാസ് ഫസ്റ്റ് പ്രസന്റഡ് ഇൻ പബ്ലിക്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നു. ദെൻ അടുത്തത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, എ ഫേമസ് ബംഗാളി റൈറ്റർ, അഡോപ്റ്റഡ് നോവൽ, എ വെസ്റ്റേൺ ഫോം ഓഫ് ലിറ്ററേച്ചർ ആസ് എ മീഡിയം ഓഫ് പോർട്രേ ആസ് എ മീഡിയം ടു പോർട്രേ ദി പ്ലൈറ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതായത് വെസ്റ്റേൺ കൺട്രീസിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഫോം ഓഫ് ലിറ്ററേച്ചർ ആയിരുന്നു നോവൽ എന്ന് പറയുന്നത്. നമുക്കറിയാലോ നോവൽ എന്താ? നോവൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും സ്കൂളിലൊക്കെ, അല്ലെങ്കിൽ പഠിക്കാനുണ്ടാവാം. ഒരുപാട് ലെങ്തി ആയിരിക്കും നോവൽ, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള നോവൽ എന്ന് പറയുന്നത് ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു എഴുത്ത് രീതിയാണ്. അപ്പോൾ ആ ഒരു രീതിയെ, ആ ഒരു യൂറോപ്യൻ ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഫോം ഓഫ് ലിറ്ററേച്ചർ ആയിട്ടുള്ള നോവലിനെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നു ആര്? അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്തു ആര്? ഈ പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന ബംഗാളി റൈറ്റർ. അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെയുള്ള ഒരു മാധ്യമമായിട്ട് നോവലിനെ ആര് കണ്ടു? ബങ്കിം ചന്ദ്ര ചാറ്റർജി കണ്ടു. ഓഫ് ഹിസ് നോവൽസ്, അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നു. അത് നിങ്ങൾക്ക് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് പൺവേർഡിനും മാച്ച് ദി ബോക്സിലൊക്കെ ചോദിക്കുന്നതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹത്തിന്റെ നോവലാണ് ആനന്ദ് മഠ്. ആനന്ദമഠം എന്ന് മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? ആനന്ദ് മഠ്. ഓക്കെ. അപ്പോൾ ഓഫ് ഹിസ് നോവൽസ് ദി മോസ്റ്റ് നോട്ടബിൾ ഈസ് ആനന്ദമഠം. ഓക്കെ, ആനന്ദ്മഠ് ബേസ്ഡ് ഓൺ ദി സന്യാസി റിവോൾട്ട് ഓഫ് ബംഗാളി പെസൻസ്. ബംഗാളിലുള്ള കർഷകരുടെ കർഷക കലാപമാണ് ഈ ആനന്ദമഠത്തില് പ്രമേയം. ഓക്കെ, സന്യാസി റിവോൾട്ട് എന്നറിയപ്പെടുന്ന ആ റിവോൾട്ട്, സന്യാസി കലാപം എന്നറിയപ്പെടുന്ന സംഭവം എന്താണ്? അത് ബംഗാളിലുള്ള കർഷക കലാപമാണ് സന്യാസി കലാപം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ ആനന്ദമഠത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ്മഠ്
Okay, and he could well illustrate the agonies of Bengali farmers and disparity between rich and poor in the Bengali society. ഈ ഒരു കൃതിയിലൂടെ അല്ലെങ്കിൽ ഇത്തരം കൃതികളിലൂടെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പിന്നെ വർണ്ണിച്ചു എന്ത് ബംഗാളിലുള്ള കർഷകരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ. അതേപോലെ തന്നെ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഇൻ ബംഗാളി സൊസൈറ്റി. ബംഗാളിൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം, അകൽച്ച, വ്യത്യാസങ്ങള്, വൈരുദ്ധ്യങ്ങള്, അവർ തമ്മിലുള്ള അസമത്വങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു നോവലിൽ ആര് പ്രതിപാദിച്ചു? ബങ്കിം ചന്ദ്ര ചാറ്റർജി പ്രതിപാദിച്ചു. Thus, Indian society came to know about the പ്രീഡിക്കമെന്റ്സ് ഓഫ് ബംഗാളീസ്. അതായത് ബംഗാളിലെ ജനങ്ങളുടെ കഷ്ടതകളൊക്കെ കൃത്യമായിട്ട് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കൊക്കെ അറിയാൻ ഇതിലൂടെ സാധിച്ചു. ആൻഡ് ദി സോങ് വന്ദേ മാതരം ഇസ് ടേക്കൺ ഫ്രം ദിസ് നോവൽ. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഗാനമാണ് വന്ദേ മാതരം എന്നുള്ള ഗാനം, അല്ലെ? അപ്പോൾ ആ വന്ദേ മാതരമാണ് ഇവിടെ ബി ആണ് കൊടുത്തത്, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെ കൊടുത്തതാണ്. സോ വന്ദേ മാതരം ഓർ വന്ദേ മാതരം, the song വന്ദേ മാതരം is taken from this novel. ഏത് നോവല്? ആനന്ദമഠം എന്നുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് വന്ദേ മാതരം എന്ന ഗാനമുള്ളത്. അപ്പോൾ വന്ദേ മാതരം എഴുതിയതാരാ? ഈ പറഞ്ഞിട്ടുള്ള ആള് തന്നെ, ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ഇനി ഇവിടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പിന്നെ ഇനി അതിന്റെ ബാക്കി നോക്കാം. അപ്പോൾ അദ്ദേഹത്തെയും നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി അടുത്തത് പറയുന്നു മറ്റൊരു നോവലിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഡ്രാമയെ പറ്റിയാണ്. നീൽ ദർപ്പൺ, എ പ്ലേ റിട്ടൺ ബൈ ദി ബംഗാളി റൈറ്റർ ദീനബന്ധു മിത്ര, depicted the severe exploitation suffered by the indigo farmers in Bengal. ബംഗാളിലുള്ള ഇൻഡിഗോ ഫാർമേഴ്സിന്റെ, ബംഗാളിലെ നീലം കർഷകരുടെ പിന്നെ ദുരിതങ്ങളൊക്കെ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ച ഒരു നാടകമാണ് ഇത്, നീൽ ദർപ്പൺ എന്നുള്ള നാടകം. അത് തയ്യാറാക്കിയതാരാ, എഴുതിയതാരാണ്? ബംഗാളി റൈറ്റർ ആയിട്ടുള്ള ദിനബന്ധു മിത്ര. ഓക്കെ, അപ്പൊ ദിനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന പ്ലേ, ഇതൊക്കെ ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിലെന്താ അദ്ദേഹം ചെയ്തത്? ബംഗാളിലുള്ള ഇൻഡിഗോ ഫാമേഴ്സിന്റെ ബുദ്ധിമുട്ടുകളാണ് ഇതിൽ അദ്ദേഹം വിവരിച്ചത്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റേജ്ഡ് ഇൻ മെനി പ്ലേസസ് ആൻഡ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദി പീപ്പിൾ. ഒരുപാട് സ്റ്റേജുകളിൽ ഈ നാടകം അദ്ദേഹം കളിച്ചു. ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കാൻ ഈ നാടകത്തിന് സാധിച്ചു. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്ന നാടകങ്ങളാണ്. An Indian association, a political movement floated by Surendranath Banerjee, campaigned for the welfare of Bengali farmers, taking cue from the issues depicted in Neel Darpan. നമുക്കറിയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ഫോം ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. അതിന്റെ ഒരു നേതാവായിരുന്നു ആര്? സുരേന്ദ്രനാഥ് ബാനർജി. അപ്പോ ഈ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിൽ പറയുന്നത് പോലെ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പൊ ആ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇവരുടെ പ്രശ്നം ആരേറ്റെടുത്തു? ഇന്ത്യൻ അസോസിയേഷൻ, സുരേന്ദ്രനാഥ് ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ ഈ പ്രശ്നം ഏറ്റെടുത്ത് വ്യാപകമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു. ആൻഡ് ദിസ് പ്ലേ ട്രിഗേർഡ് ഫാമേഴ്സ് അൺറെസ്റ്റ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി. ഈ നാടകം എന്തിനും കാരണമായിട്ടുണ്ട്? ദിസ് പ്ലേ എന്ന് പറയുമ്പോൾ ദിസ് ഡ്രാമ, ദിസ് പ്ലേ ട്രിഗേർഡ്, അതായത് കാഞ്ചുവലിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ പിന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഫാമേഴ്സ് അൺറെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റുകളാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തും കർഷക കലാപങ്ങളൊക്കെ ഉണ്ടാവാൻ ഈ ഒരു നാടകം കാരണമായി തീർന്നു എന്ന് പറയുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെ കൃത്യമായിട്ട് പിന്നെ വരച്ചു കാണിക്കുകയും അതിനെതിരെ നമ്മൾ പൊരുതേണ്ടതിന്റെ ആവശ്യകത ഒക്കെ എടുത്തു പറയുകയും ചെയ്തൊരു നാടകമാണ്. അപ്പൊ ഈ നാടകം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള കലാപം നയിക്കാനുള്ള ഒരു പ്രേരണ കിട്ടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നീൽ ദർപ്പൺ കണ്ടിട്ടുള്ള കർഷകരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യത്തിന്റെ പല ഭാഗത്തും കലാപങ്ങൾ ആസൂത്രണം ചെയ്തു. പിന്നെ അപ്പൊ നമ്മൾ എത്ര പേരെ പഠിച്ചു പോവും? ഏറ്റവും ആദ്യം ദി കൺസെപ്റ്റ് ഓഫ് ഭാരത് മാത, അല്ലെ? ഭാരത് മാത എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് പബ്ലിക്കിൽ പ്രസന്റ് ചെയ്യുന്നത് ശിശിർ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ. പിന്നീട് ആനന്ദമഠം എന്നുള്ള നോവല് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ സോങ് തന്നെയാണ് വന്ദേ മാതരം.
പിന്നെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന പ്ലേ നാടകം, അതാണ് ദിനബന്ധു മിത്രയാണ്. എന്തായിരുന്നു അതിന്റെ വിഷയം? നമ്മൾ പറഞ്ഞു ഇൻഡിഗോ ഫാമേഴ്സിന്റെ, ബംഗാളിലെ ഇൻഡിഗോ ഫാമേഴ്സിന്റെ പ്രോബ്ലംസ് ആണ്. പിന്നെ ഈ ഒരു വിഷയം ഏറ്റെടുത്ത ഇന്ത്യൻ അസോസിയേഷൻ ഒക്കെ നമ്മൾ കൂടുതൽ മെൻഷൻ ചെയ്തു. ഇനി അടുത്ത ഒരു വ്യക്തിയെ പറ്റി പറയുന്നു. ഉറുദു പോയറ്റ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, who penned the famous patriotic song Sare Jahan Se Acha Hindustan Hamara, praised the beauty of India's nature and unity of its people. നമുക്കൊക്കെ ഏറെ പരിചിതമായിട്ടുള്ള, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, അല്ലെ, നമ്മളിൽ പിന്നെ ദേശസ്നേഹം പിന്നെ കത്തിക്കാൻ ഉതകുന്ന ഒരു പാട്ടാണ്, ഒരു സോങ് ആണ് സാരേ ജഹാൻ സെ അച്ച എന്നുള്ള ആ ഒരു ഗാനം. ഇത് എഴുതിയത് ആരാണ്? ഉറുദു പോയറ്റ് ആയിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ വരികളാണ്. ഈ വരികളിലൂടെ അദ്ദേഹം എന്താണ് പിന്നെ നമ്മോട് പറയുന്നത്? ഹി പ്രൈസ്ഡ് ദി ബ്യൂട്ടി ഓഫ് ഇന്ത്യാസ് നേച്ചർ ആൻഡ് യൂണിറ്റി ഓഫ് ഇറ്റ്സ് പീപ്പിൾ. അതായത് ഇന്ത്യയുടെ പ്രകൃതി ഭംഗി വർണ്ണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യത്തെയൊക്കെയാണ് ഈ വരികളിലൂടെ അദ്ദേഹം പിന്നെ വർണ്ണിക്കുന്നത്. Okay, so creative expressions of Indian writers helped to inculcate the concept of a unified India among the public. അപ്പോൾ ഇങ്ങനെയുള്ള റൈറ്റേഴ്സിൻ്റെയൊക്കെ ഇത്തരം കൃതികളിലൂടെ, ഗാനങ്ങളിലൂടെ, നാടകങ്ങളിലൂടെ ഇതൊക്കെ എന്തിന് കാരണമായി? ഇറ്റ് ഹെൽപ്പ് ടു ഇൻകൾക്കേറ്റ് ദി കൺസെപ്റ്റ് ഓഫ് എ യൂണിഫൈഡ് ഇന്ത്യ അമംഗ് ദി പീപ്പിൾ. ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ രാജ്യം, ഐക്യരാജ്യം എന്നൊക്കെയുള്ള, ഐക്യ സമൂഹം എന്നൊക്കെയുള്ള ആ യൂണിഫൈഡ് ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള എഴുത്തുകാർക്കും ഇങ്ങനെയുള്ള കൃതികൾക്കും നാടകങ്ങൾക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട്. So many writers from different languages of India contributed patriotic and nationalistic works to Indian literature. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു സാഹിത്യ രംഗത്ത് പല ഭാഷകളിലുള്ള, രാജ്യത്തിന് നമുക്കറിയാലോ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് ഭാഷകൾ കൊണ്ട് സമ്പന്നമായ വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജസ് ആണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത, അല്ലെ? എല്ലാ കാര്യത്തിലും ഡൈവേഴ്സിറ്റി ഉണ്ട്, ഭാഷയുടെ കാര്യത്തിലും ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ പല പല ഭാഷകളിൽ ഇത്തരത്തിൽ ദേശസ്നേഹം വളർത്താൻ ഉതകുന്ന എഴുത്തുകള്, സൃഷ്ടികൾ, സാഹിത്യ രചനകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പിന്നെ കാര്യങ്ങളാണ്, ചില പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ, അതിന്റെ ഓതേഴ്സ് ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് എന്നും ഈ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ കോളത്തിൽ വർക്ക്സ് ആണ്, ഓതേഴ്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓതറെ നോക്കിയിട്ട് വർക്ക്സ് നോക്കാം, പിന്നെ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ ഓതർ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ഘോര, അതേപോലെ ഗീതാഞ്ജലി. ഘോര, ഗീതാഞ്ജലി രണ്ടും ബംഗാളി ഭാഷയിലാണ്. ഇതിൽ ഈ ഗീതാഞ്ജലിന്റെ പ്രത്യേകത, സാഹിത്യത്തിന് ഏഷ്യയിൽ സാഹിത്യത്തിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ഇന്ത്യയിലല്ല, ഏഷ്യയിൽ മൊത്തത്തിൽ സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന് ആ നൊബേൽ പ്രൈസ് കിട്ടാൻ കാരണമായ കൃതിയാണ് ഗീതാഞ്ജലി. ഓക്കെ, അപ്പോൾ രണ്ട് കൃതികൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ പേരിൽ നോക്കി. ഇനി ഹിന്ദി ലാംഗ്വേജിൽ പ്രേംചന്ദ്, നിങ്ങൾ സ്കൂളിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഈ പേരുകളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ. ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ, അല്ലേ? ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രമം, മലയാളത്തിൽ പ്രേമാശ്രമം എന്ന് പറയാം, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദിന്റെ കൃതികളാണ്. ഇനി അടുത്തത് സുബ്രഹ്മണ്യ ഭാരതിയാർ എന്നും പറയാം, സുബ്രഹ്മണ്യ ഭാരതി. തമിഴ് ലാംഗ്വേജിലാണ്. കൃതികൾ ഏതൊക്കെയാണ്? പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്. ഓക്കെ, പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്. അടുത്തത് ഉറുദു ലാംഗ്വേജിൽ അൽതാഫ് ഹുസൈൻ ഹാലി, അദ്ദേഹത്തിന്റെ കൃതികളാണ് ഹയാത്തി സാഹി, ഹയാത്തി ജവീദ്. ഓക്കെ, ഹയാത്തി സാഹി, ഹയാത്തി ജവീദ്. ദെൻ മറാത്തി ലാംഗ്വേജിൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഒരു ബുക്ക് മാത്രമേ പറയുന്നുള്ളൂ, നിബന്ധമാല. മറാത്തിയിൽ നിബന്ധമാല. ഇനി നമ്മുടെ മലയാളത്തില്
വള്ളത്തോൾ നാരായണ മേനോന്റെ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. ഒരുപക്ഷെ സ്കൂളിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലും വായിച്ചിട്ടുണ്ടാവാം, ഏതെങ്കിലും പാഠഭാഗത്തിലോ അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടാവാം. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. ഇതൊക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ് എന്ന് മനസ്സിലാക്കാം. പിന്നീട് അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ ഒരു എക്സ്ട്രാ റീഡിങ്ങിന്റെ ബോക്സ് കാണാം. അത് എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ നമ്മൾ വളരെ പരിചിതമായിട്ടുള്ള ഒരു വിപ്ലവ ഗാനം കാണാം. വരിക വരിക സഹചരേ, ഓക്കെ, വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. നമ്മൾ പല സ്ഥലത്തും പിന്നെ സമരവേദിയിലൊക്കെ ഉയർന്നു കേൾക്കുന്ന, മുഴങ്ങി കേൾക്കുന്ന, ഇന്നും കേൾക്കുന്ന ഒരു പാട്ടാണ്, വരികളാണത്. അപ്പൊ അത് ആരെഴുതിയതാണ്? അന്നത്തെ ജനങ്ങളെ വല്ലാതെ കോരിത്തെരിപ്പിച്ച, ഇത്തരം സമരങ്ങളിലേക്ക് വല്ലാതെ വലിച്ചടുപ്പിച്ച ഒരു പാട്ടാണ്, ഒരു വിപ്ലവ ഗാനമാണ്, വരികളാണിത്. ഇത് എഴുതിയിട്ടുള്ളത് അംഷി നാരായണ പിള്ളയാണ്. GK ഒക്കെ, അതായത് ജനറൽ ആയിട്ടുള്ള ചില ക്വിസ് പോലെയുള്ള മത്സരങ്ങളിലൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു പോയിന്റ് ആണത്. വരിക വരിക സാഹചര്യം എന്നുള്ളത് അംഷി നാരായണ പിള്ളയാണ്. നേരത്തെ പറഞ്ഞതോ അത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ പറയുന്ന കൃതികളൊക്കെ. വള്ളത്തോൾ നാരായണ മേനോൻ. ഈ വരിക വരിക സാഹചര്യം എന്നുള്ളതോ അംഷി നാരായണ പിള്ള. ഓക്കെ, അപ്പൊ ഈ ബോക്സ് നിങ്ങൾക്ക് എക്സാമിന് ഇല്ല, പക്ഷെ എന്നാലും ഒന്ന് ആ പേരൊന്ന് പഠിച്ചു വെക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഈ പറയുന്ന ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണലിസത്തിന്റെ എമർജൻസിന് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ലിറ്ററേച്ചർ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ പല പല കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഒരുപാടൊന്നും ഇവിടെ പഠിക്കാനില്ല എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ബോക്സ് ഒരു 2, 3, 4 പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ ആ പേരുകളൊക്കെ നമുക്ക് എന്താവും, ബൈ ഹാർട്ട് ആവും. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് നാഷണലിസം ഇൻ ആർട്ട് ആണ്. അവസാനത്തെ ഭാഗമാണ് നാഷണലിസം ഇൻ ആർട്ട്, ദേശീയത കലയിൽ. നമ്മൾ ലിറ്ററേച്ചർ പറഞ്ഞു, അതേപോലെ തന്നെ ആർട്ടും നമ്മുടെ നാഷണലിസത്തിന്റെ എമർജൻസിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആർട്ട്. അപ്പൊ ഏറ്റവും ആദ്യം അവിടെ നിങ്ങൾക്ക് ഒരു ഭാരത് മാതാ എന്നുള്ള ഒരു ചിത്രം കാണാം. നമ്മൾ പറഞ്ഞു നേരത്തെ ഭാരത് മാതാ എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് അല്ലെ ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നതായിരുന്നു ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ്. എന്നാൽ ഭാരത് മാതാവിന്റെ ഒരു പെയിന്റിംഗ് ആദ്യമായിട്ട് വരയ്ക്കുന്നത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഇതും രവീന്ദ്രനാഥ ടാഗോറിന്റെ റിലേറ്റീവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനാണ് അബനീന്ദ്രനാഥ ടാഗോർ. അപ്പോ ഇവിടെ കാണുന്ന ഈ ഒരു ചിത്രം, ഈ ഒരു വാട്ടർ കളർ പെയിന്റിംഗ് അബനീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ഇറ്റ് ഡെപിക്ട്സ് ഭാരത് മാതാ ഗിവിംഗ് ഫുഡ്, ക്ലോത്ത് ആൻഡ് നോളജ് ടു ഇന്ത്യൻ മാസസ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അറിവും അതേപോലെ വസ്ത്രവും ഒക്കെ നൽകുന്ന ഭാരത മാതാവിന്റെ ചിത്രമാണ് അദ്ദേഹം ഇവിടെ വരച്ചത്. ദിസ് പെയിന്റിംഗ് ഹെൽപ്ഡ് ടു ഇൻകൾക്കേറ്റ് പാട്രിയോട്ടിസം ഇൻ ഇന്ത്യൻ മൈൻഡ്സ്. ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ദേശസ്നേഹം വളർത്താൻ ഈ ചിത്രം, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഭാരതമാത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ അമ്മയെ പോലെ സ്നേഹിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആളുകൾ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങളും അതേപോലെ കൺസെപ്റ്റുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആൻഡ് ദിസ് പെയിന്റിംഗ് ഹെൽപ്ഡ് ടു ഇൻകൾക്കേറ്റ് പാട്രിയോട്ടിസം ഇൻ ഇന്ത്യൻ മൈൻഡ്സ്. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് പെയിന്റിംഗ്, artists from various parts of the country pictured Bharat Mata in various fashions embedded with the map of India. അപ്പോ അബനീന്ദ്രനാഥ ടാഗോർ ഇങ്ങനെ ഒരു ചിത്രം വരച്ചപ്പോൾ അതിനെ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള ചിത്രകാരന്മാരും ഭാരത് മാതാവിന്റെ ചിത്രം പല നിറങ്ങളിൽ, പല രൂപത്തിൽ വരയ്ക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ഉള്ളിലൊക്കെ വരുന്ന രൂപത്തിൽ, അങ്ങനെ പല രൂപത്തിലും ഭാരത മാതാവിന്റെ ചിത്രങ്ങൾ പിന്നീട് വരയ്ക്കപ്പെട്ടു. ആൻഡ് അബനീന്ദ്രനാഥ ടാഗോർ tried to free Indian painting from Western style and to promote Oriental painting based on Indian culture and tradition. അദ്ദേഹത്തിന്റെ മറ്റൊരു പോയിന്റ് കൂടി പറയുകയാണ്. അതായത് ഇന്ത്യൻ ചിത്രകലയെ, ഇന്ത്യയുടെ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും നമ്മുടെ പാരമ്പര്യത്തിലും ഒക്കെ അടിയുറച്ചിട്ടുള്ള ഒരു പൗരസ്ത്യ ചിത്രകല പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണ് ഇത്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇൻ കൽക്കത്ത. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഓറിയന്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പൗരസ്ത്യ ദേശത്തിന്റെ കലാരൂപമാണ്. അപ്പോൾ ആ കലാരൂപങ്ങൾ, ഇന്ത്യയുടെ പാരമ്പര്യ ചിത്രകലാരൂപങ്ങളെയൊക്കെ റിവൈവൽ ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടി ഉണർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ഇത്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്, ഫൗണ്ടഡ് ബൈ അബനീന്ദ്രനാഥ ടാഗോർ ഇൻ കൽക്കത്ത.
അപ്പോൾ ഒരു വ്യക്തിയെ പറഞ്ഞു അവനീന്ദ്രനാഥ് ടാഗോർ, ചിത്രം ഏതാണ്? ഭാരതമാത. ഇനി രണ്ടാമത്തേത്, അദ്ദേഹത്തിന് ശേഷം ഫോളോവിംഗ് ദി വെസ്റ്റേൺ സ്റ്റൈൽ, രാജാ രവിവർമ്മ ഫ്രം കേരള വിഷ്വലൈസ്ഡ് വേരിയസ് സീൻസ് ഫ്രം ഇന്ത്യൻ എപ്പിക്സ് ആൻഡ് ലിറ്ററേച്ചർ. എന്താ ഇവിടെ പറയുന്നത്? അതായത് പാശ്ചാത്യ ഒരു രീതി ഉൾക്കൊണ്ടുകൊണ്ട്, വെസ്റ്റേൺ സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് മലയാളിയായിട്ടുള്ള രാജാ രവിവർമ്മ നമ്മുടെ ഇന്ത്യൻ എപ്പിക്സ്, അതായത് ഇന്ത്യൻ പുരാണങ്ങളും ഇന്ത്യൻ സാഹിത്യവും ഒക്കെ ഇതിവൃത്തമാക്കിക്കൊണ്ട് അതിലെ ചില രംഗങ്ങൾ വരച്ചിട്ടുള്ള മലയാളിയായുള്ള വിശ്വപ്രസിദ്ധനായ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. ഒറ്റ സെന്റൻസ് അവിടെ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് ആണ് ഇവിടെ നമ്മൾ കാണുന്ന ശാകുന്തളം എന്ന കാളിദാസന്റെ കൃതിയിൽ നിന്നുള്ള ഒരു രംഗം. ഓക്കെ, അപ്പൊ രണ്ടുപേരെ പഠിച്ചു. ഇനി മൂന്നാമത് നന്ദലാൽ ബോസ്, ഇമ്പോർട്ടന്റ് ആണ്. നന്ദലാൽ ബോസ്, അനദർ ആർട്ടിസ്റ്റ്, പോർട്രേഡ് സീൻസ് ഫ്രം ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ഇവന്റ്സ് ഇൻ ഹിസ്റ്ററി. ഇന്ത്യൻ സാഹിത്യവും ഇന്ത്യൻ ചരിത്രവും ഒക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ചിത്രം വരച്ച മറ്റൊരു ചിത്രകാരനാണ് നന്ദലാൽ ബോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ് ഇത്, സതി എന്ന ചിത്രം. ഓക്കെ, സതി വിച്ച് വിഷ്വലൈസ്ഡ് ദി ദിലേമ of a woman who was forced to commit sati, a social evil prevail in India. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സാമൂഹിക അനാചാരമാണ് ഇത് സതി, നമുക്കറിയാം. അപ്പൊ സതി അനുഷ്ഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം അദ്ദേഹം വരച്ചിട്ടുണ്ട്. ഇവിടെ കാണാം ആ ചിത്രം. ഇവിടെ ചെറിയൊരു ചിത്രമായി കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വലിയൊരു ഇംപ്രഷൻ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ ചിത്രത്തിന്റെ കാര്യം ഇവിടെ പറയുന്നു, ദിസ് പെയിന്റിംഗ് ടച്ച്ഡ് ഇന്ത്യൻ ഹാർട്ട്സ് ആൻഡ് സ്റ്റിമുലേറ്റഡ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് സോഷ്യൽ ഇവിൽ. സതി അനുഷ്ഠിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ദയനീയ ഭാവങ്ങളൊക്കെ കാണുന്ന ആ ഒരു ചിത്രം ഇന്ത്യക്കാരുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുകയും സതിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ കനക്കാനത് കാരണമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ നന്ദലാൽ ബോസിന്റെ മറ്റൊരു ചിത്രമാണ് വില്ലേജ് ഡ്രമ്മർ, ഗ്രാമീണ ചെണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ. ഓക്കെ, ഈ ചിത്രത്തിന്റെ പ്രത്യേകത, ഇറ്റ് വാസ് എക്സിബിറ്റഡ് ഇൻ ദി ഹരിപുര സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1938 ആൻഡ് അഡോപ്റ്റഡ് ആസ് ദി പിക്ചർ ഫോർ ദി പോസ്റ്റർ ഓഫ് ദി കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിയുടെ പോസ്റ്റർ തയ്യാറാക്കാൻ ഈ ചിത്രം അവർ തിരഞ്ഞെടുത്തു. അതേപോലെ തന്നെ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വില്ലേജ് ഡ്രമ്മർ, എ പെയിന്റിംഗ് ബൈ നന്ദലാൽ ബോസ്. ഇനി മറ്റൊരു ചിത്രകാരിയെ പറയുന്ന ലേഡിയാണ് അമൃത ഷെർഗിൽ, എ ഫേമസ് വുമൺ ആർട്ടിസ്റ്റ് ഓഫ് ഇന്ത്യ, പെയിന്റഡ് ദി സഫറിംഗ്സ് ഓഫ് ഇന്ത്യൻ വില്ലേജേഴ്സ് ഇൻ ഡാർക്ക് ഷെയ്ഡ്സ് ഏബ്ലി റിഫ്ലക്റ്റിംഗ് ദയർ പ്രീഡിക്കമെന്റ്സ്. അതായത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ദുരിത ജീവിതം, മങ്ങിയ ജീവിതം കാണിക്കുന്ന ചിത്രങ്ങളാണ് വരച്ചത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനത്തെ കളറിലാണ് അവർ കൊടുത്തത്? പറയുന്നു ഇൻ ഡാർക്ക് ഷെയ്ഡ്സ്, അതായത് മങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വരച്ചത്. കാരണം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഒരു മങ്ങിയ ജീവിതമാണ്, നിറമില്ലാത്ത കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമാണ്. അപ്പൊ അതാണ് ആര് വർണ്ണിച്ചത്? അമൃത ഷെർഗിൽ എന്ന ചിത്രകാരി ചെയ്തത്. ആൻഡ് ഹെർ പെയിന്റിംഗ്സ് ഓൾസോ മോട്ടിവേറ്റഡ് പീപ്പിൾ ടു തിങ്ക് അബൌട്ട് എ യൂണിഫൈഡ് ഇന്ത്യ. അപ്പൊ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഇന്ത്യൻ ജനങ്ങളെ ഒന്നായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു, അവരിൽ ദേശീയത വളർത്താൻ കാരണമായി എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും അവസാനം, ഈ യൂണിറ്റിന്റെ ഏറ്റവും അവസാനം, അവസാനത്തെ പാരഗ്രാഫിലേക്ക് കിടക്കുകയാണ്. ഡിഡ് യു നോട്ടീസ്, ഇവിടെ കാണാം നിങ്ങൾക്ക് വില്ലേജ് ഡ്രമ്മർ എന്നുള്ള ചിത്രവും അതേപോലെ അമൃത ഷെർഗിലിന്റെ ചിത്രവും കാണാം. ഓക്കെ, ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ്, ഡിഡ് യു നോട്ടീസ് ദി പിക്ചേഴ്സ്, ദീസ് ആർ ദി നാഷണൽ സിംബൽസ് ദാറ്റ് ഹെൽപ് ടു നർച്ചർ നാഷണലിസം ഇൻ ഇന്ത്യൻ മൈൻഡ്സ്. അപ്പോ ഈ ചിത്രങ്ങളെല്ലാം ഈ ചിത്രമാണ് പറയുന്നത് കേട്ടോ. ഈ ചിത്രം നിങ്ങൾ നോക്കിയോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പതാകയും അതേപോലെ നാഷണൽ എംബ്ലം അവിടെ കാണാം, ദേശീയ മുദ്ര അവിടെ കാണാം അല്ലെ. നമ്മളിൽ ദേശീയത വളർത്താൻ കാരണമായ കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ നൽകിയെന്നാണ് ഇവിടെ പറയുന്നത്. അലോങ് വിത്ത് ദീസ് ദി നാഷണൽ ആന്തം റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഈ ചിത്രങ്ങളെ കൂടെ തന്നെ, അത് കൂടാതെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള നാഷണൽ ആന്തം അറിയാലോ, നമ്മുടെ ജനഗണമന തുടങ്ങുന്ന ഗാനം, അതൊക്കെ എന്തിനു കാരണമായിട്ടുണ്ട്? ഹെൽപ്പ് ടു ക്രിയേറ്റ് നാഷണൽ കോൺഷ്യസ്നെസ്, ഒരു ദേശീയ ബോധം നമ്മളിൽ ഉണ്ടാക്കാൻ ഇതൊക്കെ കാരണമായിട്ടുണ്ട്. ആൻഡ് ദി ട്രൈകളർ ഫ്ലാഗ് വാസ് ഫസ്റ്റ് ഡിസൈൻ ഡ്യൂറിംഗ് ദി ടൈം ഓഫ് സ്വദേശി മൂവ്മെന്റ്. സ്വദേശി സമരത്തിന്റെ കാലത്താണ് ത്രിവർണ പതാക ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. And the earlier version of the flag contained 8 lotuses representing 8 provinces in British India and a crescent representing Hindu-Muslim fraternity. അതായത് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ദേശീയ പതാകന്റെ രൂപ പറയുന്നത്, ആ ദേശീയ പതാകയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? 8 താമരകളും അതേപോലെ തന്നെ ഈ 8 താമരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രോവിൻസുകൾ, 8 പ്രവിശ്യകളെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ ഒരു ക്രസന്റ്, എന്താ ക്രസന്റ്? ചന്ദ്രക്കല അല്ലെ, അതായത് അർദ്ധചന്ദ്രൻ, അത് ഹിന്ദു മുസ്ലിം
ഫ്രാറ്റേണിറ്റിയെ, ഐക്യത്തെ, സാഹോദര്യത്തെ കാണിക്കുന്ന ഒരു അടയാളവുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ പതാകയാണ് മുമ്പുണ്ടായിരുന്നത്. And the team led by Gandhiji designed the national flag with charka, a domestic cotton spinning wheel used in Indian villages. പിന്നീട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പതാക നമ്മൾ തയ്യാറാക്കി. അതിൽ ചർക്ക ഉൾക്കൊള്ളിച്ചു, ചർക്കയുടെ ചിത്രം. ഈ ചർക്ക എന്തിനെ കാണിക്കുന്നു? ചർക്ക എന്ന് പറയുന്നത് നമുക്കറിയാം നൂല് നൂൽക്കാനുള്ള ഉപകരണമാണ്, സ്പിന്നിങ് വീലാണ്. അപ്പോൾ ഈ ചർക്ക ഒരു വലിയ സിംബോളിക് ആയിട്ട് കൊടുത്തതാണ്. ദി ചർക്ക റിസംബിൾഡ് ദി സെൽഫ് ഡിപ്പെൻഡൻസ് ഓഫ് ഇന്ത്യൻസ് ആൻഡ് ദയർ ഡിഫിയൻസ് ഓഫ് കൊളോണിയൽ റൂൾ. അതായത് അവരുടെ ഒരു സ്വയം പര്യാപ്തതയെ കാണിക്കുന്ന, സെൽഫ് സഫിഷ്യൻസിയെ, സെൽഫ് ഡിപ്പെൻഡൻസിനെ, സ്വയം പര്യാപ്തതയെ കാണിക്കുന്ന, അതേപോലെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ചിന്തയെ കാണിക്കുന്ന ഒരു അടയാളമായിട്ടാണ് അവരെന്ത് കൊടുത്തത്? ചർക്ക കൊടുത്തത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ പ്രതീകമാണ്. അതേപോലെ സ്വയം പര്യാപ്തതയുടെ, സെൽഫ് സഫിഷ്യൻസിയുടെ, സെൽഫ് ഡിപ്പെൻഡൻസിന്റെ ഒരു പ്രതീകമാണ് ചർക്ക. അങ്ങനെയൊക്കെയാണ് ഈ ചർക്ക അവർ ഉപയോഗിച്ചത്. ആൻഡ് ദി പ്രസന്റ് ഫ്ലാഗ്, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ദി പ്രസന്റ് ട്രൈ കളർ ഫ്ലാഗ് ഓഫ് ഇന്ത്യ വാസ് ഒഫീഷ്യലി അഡോപ്റ്റഡ് ഇൻ 1947. 1947 ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ദേശീയ പതാക, ത്രിവർണ്ണ പതാക നാം പിന്നെ സ്വീകരിച്ചത്. ആൻഡ് ഈ ഒരു യൂണിറ്റ് ഇവിടെ കഴിയാണ് കേട്ടോ. യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദി നാഷണൽ എംബ്ലം അഡോപ്റ്റഡ് ഫ്രം ദി ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സാരനാഥ്. UP ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ നാഷണൽ എംബ്ലം ഉണ്ടല്ലോ, ഈ കാണുന്ന 4 സിംഹങ്ങളുടെ തലയുള്ള ഈ ഒരു ഭാഗം അല്ലേ, ഇതാണ് നാഷണൽ എംബ്ലം. ഈ നാഷണൽ എംബ്ലം നമ്മൾ എവിടെ നിന്ന് എടുത്താന്നാ പറയുന്നത്? നമ്മൾ UP ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അശോക സ്തംഭം, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലുള്ള സാരനാഥിലെ അശോക സ്തംഭത്തു നിന്നാണ് ആ ഒരു എംബ്ലം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നാഷണൽ എംബ്ലം അഡോപ്റ്റഡ് ഫ്രം ദി ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സാരനാഥ്. സാരനാഥ് പറയുന്നത് എവിടെയാണ്? അത് ഉത്തർപ്രദേശാണ്. അപ്പോൾ ഉത്തർപ്രദേശിലുള്ള സാരനാഥിലെ അശോക സ്തംഭത്തു നിന്നാണ് ഈ ഒരു ദേശീയ മുദ്ര നാം എടുത്തിട്ടുള്ളത്. സോ പാട്രിയോട്ടിക് സോങ്സ്, സിംബൽസ് ആൻഡ് പിക്ചേഴ്സ് വർ യൂസ്ഡ് ത്രൂ ഔട്ട് അവർ ഫ്രീഡം സ്ട്രഗിൾ. ഇങ്ങനെയുള്ള ദേശഭക്തി ഗാനങ്ങളും ഇങ്ങനെയുള്ള മറ്റ് ചിഹ്നങ്ങളും ചിത്രങ്ങളും മുദ്രകളുമൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര വേളയിലുടനീളം രാജ്യത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ ഉപയോഗിച്ചത്? ഇന്ത്യൻ ജനങ്ങളെ ഒറ്റക്കെട്ടായി ഒരേ ദിശയിൽ, ഒരേ മാർഗത്തിൽ, ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. And they played a crucial role in developing nationalistic spirit among Indians. ഇന്ത്യൻ ജനതയിൽ ഒരു ദേശീയ ബോധം വളർത്തുന്നതിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഇങ്ങനെയുള്ള സാഹിത്യകൃതികളും നാടകങ്ങളും ദേശഭക്തി ഗാനങ്ങളും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദോ ഇന്ത്യൻ നാഷണലിസം emerged in the 19th century, Indians had the concept of a nation even before the beginning of national movement. ഒരു കൺക്ലൂഷൻ ആണ്, ഏറ്റവും അവസാനത്തെ കൺക്ലൂഷൻ ആണ്. അതായത് ഇന്ത്യൻ ദേശീയത, നാഷണലിസം ആവിർഭവിച്ചത് 19ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ സമരം അതിനും വളരെ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ദേ വിഷ് ടു ഇംപ്ലിമെന്റ് ദെയർ വിഷൻസ് ഓഫ് മോഡേണൈസേഷൻ ഓൺ ദി സോയിൽ അണ്ടർ ദെയർ സോവറിറ്റി. എന്ന് വെച്ചാൽ തങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവര് ആഗ്രഹിച്ചു. നമ്മുടെ യൂണിറ്റുമായി പിന്നെ ബന്ധപ്പെട്ട അതിലേക്ക് പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, അവസാനത്തെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാണ്. And the passion of Indian society for freedom, equality and sovereignty were reflected in the art, literature, education, journalism and social reform, and it motivated Indian nationalism. അവസാനത്തെ സെന്റൻസ് പറയുന്നു, അതായത് സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും ഒക്കെ നേടാനുള്ള ഇന്ത്യക്കാരുടെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഈ ആഗ്രഹം സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം, അതേപോലെ സോഷ്യൽ റിഫോം, സാമൂഹ്യ പരിഷ്കരണം, ഈ മേഖലകളിലൊക്കെ പ്രതിഫലിച്ചു. ആൻഡ് ഇതൊക്കെ എന്തിനു കാരണമായി? ഇതൊക്കെ ഇറ്റ് മോട്ടിവേറ്റഡ് ഇന്ത്യൻ നാഷണലിസം. ഇതെല്ലാം ഇന്ത്യൻ ദേശീയതക്ക് ഉണർവേകി, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയെ പരിപോഷിപ്പിച്ചു, കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ ഒരു യൂണിറ്റ് ഇവിടെ കഴിയാണ്. ഇന്ത്യൻ നാഷണലിസത്തിന്റെ എമർജൻസിന് കാരണമായിട്ടുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കിയത്. അത് ആദ്യം മുതൽ ആ ഫാക്ടേഴ്സ് മാത്രം ഏതൊക്കെയാണെന്ന് നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഹെഡിങ്സ് മാത്രം നോക്കിയാൽ മതി, പെട്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഏതായിരുന്നു? ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആണ് അല്ലെ? ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആണ്. കൊളോണിയൽ റൂൾ ആണ്. ദെൻ ഇതാണ് നമ്മുടെ നാഷണലിസത്തിന്റെ വളർച്ച കാരണമായ ഒന്നാമത്തെ ഘടകം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതാ? രണ്ടാമത് നമ്മൾ പറഞ്ഞത് സോഷ്യൽ റിഫോംസ് ആണ്.
മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രസ്സാണ്, അതായത് പത്രങ്ങളാണ്. ദെൻ നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. ദെൻ അഞ്ചാമത്തെ ഫാക്ടർ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ലിറ്ററേച്ചർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആർട്ട്, കലകൾ. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏതായാലും പുതിയ യൂണിറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.